മലയാളം ബിഗ് ബോസ് സീസൺ 7 ഈ ആഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടിയുള്ള ടോപ്പിക്ക് ബിഗ് ബോസ് ഇവർക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ആര്യനും ജിസേലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ്. എന്തായാലും ഈ ഒരാഴ്ച ഇവരുടെ ചർച്ചാ വിഷയം ഇത് തന്നെയായിരിക്കും. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതേ അനുമോളും ഷാനവാസും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അനുമോള് പറയുന്നത്, അന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഈ അക്ബറൊക്കെ എന്താണെന്ന് പറഞ്ഞത്? അവർ നല്ല ഫ്രണ്ട്സാണ്, നല്ല ബോണ്ടാണ്. അത് കഴിഞ്ഞിപ്പോൾ എത്ര ആഴ്ച കഴിഞ്ഞു? 3 ആഴ്ച. അപ്പോഴേക്കിനും ലവ് വരെ എത്തിയല്ലോ. എനിക്കത് മതി. എന്തായാലും അനുമോൾ അതൊന്നും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അനുമോളെ കുറ്റം പറഞ്ഞവർ തന്നെ മാറ്റി പറഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് കേട്ടോ അനുമോള്. പക്ഷേ ഷാനവാസ് അപ്പോൾ അനുമോളോട് പറയുന്നത്, നീ എന്തിനാണ് ഈ CID പണിക്ക് പോകുന്നത്? അവരെന്തേലും ചെയ്യട്ടെ, എന്തേലും ആവട്ടെ എന്നൊക്കെ ഷാനവാസ് പറയുന്നു. അപ്പോൾ അനുമോള് പറയുന്നത്, അപ്പോൾ ഞാൻ ഇതെല്ലാം സഹിച്ച് ഇവിടെ കിടക്കണമെന്നാണോ? വേണ്ട, നീ അങ്ങേ അറ്റത്ത് പോയി കിടക്ക്, അപ്പോൾ നിനക്ക് സുഖമായി ഉറങ്ങാം. അതിന് അനുമോള് പറയുന്നത്, അത് പറ്റില്ല, എനിക്കിവിടെ കിടക്കണം, എനിക്കിവിടെ കിടന്നാലേ ഉറക്കം വരുള്ളൂ. ഷാനവാസിന് അപ്പം തന്നെ കാര്യം മനസ്സിലായി. അതെ, അവിടെ ആവുമ്പോൾ നിനക്ക് ഷൂട്ട് ചെയ്യാനും പറ്റില്ല, ക്യാമറ പിടിക്കാൻ പറ്റില്ല, മര്യാദയ്ക്ക് ഉറങ്ങാം, അതൊന്നും നിനക്ക് പറ്റില്ല. അപ്പോൾ അനുമോള് ചിരിക്കുന്നു. അനുമോൾക്ക് ഈ കട്ടിലിൽ തന്നെ കിടക്കുകയും വേണം, എന്നാൽ ഒന്നും സഹിക്കാനും പറ്റില്ല. ആ ഒരു സ്റ്റാൻഡിലാണ് അനുമോള് ആ ബെഡ് മാറിക്കൊടുക്കാത്തതിൻ്റെ കാരണം. ഒന്നാമത് അത് സിംഗിൾ ബെഡാണ്. രണ്ടാമത് ബാക്കി എല്ലാവരുടെയും ബെഡിനെ അപേക്ഷിച്ച് അനുമോളുടെ ബെഡിന് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. കൂടാതെ അനീഷിൻ്റെയും അനുമോളുടെയും കട്ടില് സെൻറ്ററിലും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ബെഡ്റൂം ഫുള്ളായിട്ട് നല്ല രീതിയിൽ കാണാം. അതുകൊണ്ട് തന്നെയാണ് ഷാനവാസ് അങ്ങനെ പറഞ്ഞത്, നിനക്ക് ഷൂട്ട് ചെയ്യാനും പറ്റില്ല, ക്യാമറ പിടിക്കാനും പറ്റില്ല എന്ന്. പിന്നെ ഇവിടെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, ഇവരുടെ കോംബോയ്ക്ക് പുറത്ത് നെഗറ്റീവ് ഇമേജ് ആണെന്ന് ഇവർക്കറിയാമെങ്കിലും അത് പോസിറ്റീവ് ആവാൻ വലിയ സമയമൊന്നും വേണ്ടല്ലോ. അഭിലാഷും ജിഷിനുമൊക്കെ ഔട്ടാകുമ്പോഴും ഓരോ എവിക്ഷനിലും ജിസയിലും ആര്യനും സേവ് ആകുമ്പോഴും ഇവർക്ക് ഇവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടുകയാണ്. അഭിലാഷൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള പ്ലെയർ ആയിരുന്നു. ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ അല്ലെങ്കിലും നല്ല ആക്റ്റീവായിരുന്നു ഹൗസിനുള്ളിൽ. ആ സമയത്താണ് ജിസയിലും ആര്യനും സേവായി അഭിലാഷ് ഔട്ടായി പോകുന്നത്. ആ സമയത്ത് ജിസേലിൻ്റെയും ആര്യൻ്റെയും കോൺഫിഡൻസ് ലെവൽ കൂടും. അതുകൊണ്ട് തന്നെ അവർ തെറ്റുകൾ ചെയ്യാൻ ഇനിയും സാധ്യത കൂടുതലാണ്. പുറത്ത് ചിലപ്പോൾ പോസിറ്റീവായി എന്ന് കരുതി ആര്യനും ജിസയിലും ഈ കോംബോയായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇവരാരും ഗെയിം കളിക്കുന്നില്ലെങ്കിലും ബിഗ് ബോസ് ഇവരുടെ ഇടയിൽ നല്ല രീതിയിൽ മൈൻഡ് ഗെയിം കളിക്കുന്നുണ്ട്. ബിഗ് ബോസ് നല്ല രീതിയിൽ ഇവർക്കൊരു ടോപ്പിക് ഇട്ട് കൊടുത്തു. കറക്റ്റായിട്ട് ബിഗ് ബോസ് കരുതിയതുപോലെ തന്നെ അതൊരു ചർച്ചാ വിഷയവുമായിട്ടുണ്ട്. ഇനി എന്താകുമെന്ന് കാത്തിരിക്കാം. കാരണം ഫാമിലി വീക്കാണ് വരുന്നത്. പലരുടെയും ഗെയിം മാറാനും ഇനി സാധ്യതയുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.